നമുക്കിന്ന് ഇതുപോലുള്ള ഒരു പോട്ടിൽ പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഷേപ്പ് കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് എടുക്കുക. എന്നിട്ട് ആ ഷേപ്പ് അനുസരിച്ച് നമ്മളതിനെ ഒന്ന് ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ശില്പകാർ തന്നെയാണ്. ശില്പകാറും ഫാബ്രിക് പെയിൻറ്റൊക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ നമ്മൾ ഡിസ്റ്റംബർ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഭാഗത്ത് ഡിസ്റ്റംബർ അടിച്ച് സാൻഡ് പേപ്പർ എടുത്തിട്ട് ഞാൻ ഫാബ്രിക് പെയിൻറ്റ് ഈ 2 ഏരിയയിൽ ഫാബ്രിക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയും പിന്നെ ഈ താഴെ മാത്രമേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനെടുത്താണ് ശില്പകാർ 2 പീസായിട്ടാണ് വരുന്നത്. ഒരു ബോക്സിനകത്ത് വരുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. 2 പീസാണ് വരുന്നത്. ഇതിനെ 2 പീസും കൂടെ ഒരുമിച്ചെടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവ് ഈക്വലായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ മുഴുവൻ എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് തന്നെ എടുക്കണം. പിന്നെ നമുക്ക് പൗഡർ വേണ്ടി വരും. ഇതിനാണ് നമ്മളതിന് മിക്സ് ചെയ്യണം. പൗഡർ ഇട്ട് വല്ലാണ്ടൊന്നും കഴിക്കണം. നമ്മുടെ കയ്യിൽ വല്ലാണ്ട് പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കുഴക്കണം. എന്നുവെച്ചാൽ ഇത് രണ്ട് കളറായിട്ടാണ് ഇരിക്കുന്നത്. ആ 2 കളറും കൂടെ ഒറ്റ കളറായിട്ട് തന്നെ വരണം. നന്നായിട്ട് കുഴക്കണം. നമ്മൾ ജസ്റ്റ് ചുമ്മാ നമ്മൾ കുഴച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ദിവസം നമ്മളത് ഉണങ്ങാൻ വെച്ചാലും ഇത് ഉണങ്ങി കിട്ടില്ല. അതേസമയം നമ്മൾക്കിത് ശരിക്കും നല്ല മിക്സിങ് ആണെങ്കിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമുക്കിത് വെച്ചിരിക്കാൻ പറ്റില്ല. അരമണിക്കൂറിനകത്തേക്കും നമ്മൾ ഏത് പൊസിഷനിലാണോ അതിരിക്കണം അങ്ങനെ അങ്ങോട്ട് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ അത് അരമണിക്കൂറിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട സാധനമാണിത്. പക്ഷേ കുഴക്കണേന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ ഇത് സെറ്റാവില്ല. ഇതിങ്ങനെ എടുത്തിട്ട് കയ്യിലോട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഉരുട്ടിയിട്ട് പിന്നെ വീണ്ടും അതിനെ മടക്കി ഇങ്ങനെ കുഴക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മിക്സായി കിട്ടും. അല്ലെങ്കിൽ താഴെ ഇട്ടിട്ട് തന്നെ ഇങ്ങനെ തന്നെ ചെയ്താലും മതി. ഇങ്ങനെ താഴെ ഇട്ടിട്ട് ഉരുട്ടി മടക്കി അങ്ങനെ ചെയ്യണം. എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ലോണം മിക്സായി കിട്ടണം. ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴേ അറിയാം ഒറ്റ കളറിലായി കിട്ടും. എന്നിട്ട് ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് എവിടെയാണോ വർക്ക് വേണ്ടത് ആ ഏരിയയിലേക്ക് നമ്മൾ ഇതിനങ്ങ് വെച്ച് കൊടുക്കുക ചെയ്യണം. ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് നമ്മളൊരു പൊസിഷനിൽ വെച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ വെക്കുക. എന്നിട്ട് അതിനെ പതുക്കെ അപ്പോൾ നമുക്ക് കുറച്ച് പൗഡർ തൊട്ട് തന്നെ അതിനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് വീതിയിൽ തിക്നെസ് വേണം. കാരണം അല്ലെങ്കിൽ അത് നമ്മൾക്ക് ഇതുമായി വർക്ക് വരുന്നതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിലേക്ക് തിക്നെസ് വന്നില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്കിതിനെ കൈകൊണ്ട് തന്നെ പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് കൈകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പൊസിഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലേഡ് എടുത്തിട്ട് അരികുന്ന് നമുക്കിങ്ങനെ ചേർത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ കൈകൊണ്ട് തന്നെ വരും, നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഈ കുഴച്ചേക്കണത് മുഴുവനും കൂടെ ഇപ്പോൾ ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം പകുതിയോളം ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വീണ്ടും കുറച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡറിൽ പതുക്കെ കൈയിങ്ങനെ വെച്ച് പതുക്കെ ഇങ്ങനെ സ്മൂത്തൻ ചെയ്യണം. അങ്ങനെ സ്മൂത്തൻ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അത്രയും ഫിനിഷിങ് വരില്ല. നമ്മൾ ശില്പാറിൻ്റെ വർക്ക് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ പൗഡർ വെച്ചിട്ട് പതുക്കെ അതിനൊട്ടും പ്രഷർ കൊടുക്കരുത്. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നല്ലോണം സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എടുക്കുന്നത് ഇത് ഷോ ബട്ടനാണ് ഞാൻ എടുത്തേക്കണേ. ഇതുപോലെ എന്തെങ്കിലും ഇംപ്രഷൻ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളത് അങ്ങനെ കാണുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അത് ഉപകാരപ്പെടും.
ഇനിയിപ്പോൾ ഷോബട്ടിൽ തന്നെ നമുക്ക് ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള നമുക്ക് കിട്ടും. എടുത്തിട്ട് നല്ലോണം പൗഡറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇതുപോലെയാണ് നമുക്ക് ഇംപ്രഷൻ കിട്ടുന്നത്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം എളുപ്പം പണി തീരും. ഇതുണ്ടോ, ഇത്രയും ഞാൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് കാണുമ്പോൾ ഓർക്കും ഇത്രയും സമയമെടുത്ത് ഇത് ചെയ്യേണ്ടി വരുമെന്ന് ഓർക്കും, പക്ഷെ പെട്ടെന്ന് തീരും. പിന്നെ ഗ്യാപ്പുള്ള ഏരിയയിൽ പതുക്കെ പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് നടുക്കുള്ള ഇംപ്രഷൻ മാത്രം കിട്ടും. പിന്നെ ഗ്യാപ്പായിട്ട് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഗ്യാപ്പുള്ള ഏരിയകളിൽ വീണ്ടും ചെയ്യാം. ചെറുതായിട്ട് കൊടുത്താൽ മതി. അത് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്, ഇവിടെ ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഫ്ലവർ മാത്രം നമുക്കവിടെ കിട്ടി. അങ്ങനെ ചെയ്യാം, ഒട്ടും ഗ്യാപ്പിട്ട് പോകണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇത് ഈ ഏരിയ കംപ്ലീറ്റ് ഇംപ്രഷൻ എന്ത് ഫാസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നറിയും. പിന്നെ ഇത് ശില്പാറ ആയതുകൊണ്ട് ഒരു അരമണിക്കൂർ എടുക്കും അത് ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ആദ്യം കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം. നമ്മളിപ്പോൾ ഈ ബ്ലാക്ക് അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള ഏരിയ എല്ലാം ഒരുമിച്ച് ചെയ്താൽ മതി. ഞാൻ പിന്നെ നേരത്തെ ചെയ്ത് വെച്ച് ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. ഒരുമിച്ച് നമുക്ക് എല്ലാ സ്ഥലവും ഒരുമിച്ച് അങ്ങോട്ട് പോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഇപ്പോൾ ഗോൾഡ് ബ്രോൺസ് ഒക്കെ വേണമെങ്കിൽ അത് തന്നെ എടുക്കാം. ഇപ്പോൾ ഒരു ആൻറ്റി കളറായിട്ട് നിൽക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ്. സ്പാർക്ലിംഗ് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്, മെറ്റാലിക് ബ്ലൂ ആണ്. ഇപ്പോൾ ഇത് കുറച്ച് ഭംഗി ഉണ്ടാവും. സാധാരണ പെയിൻറ്റ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും സ്പാർക്ലിംഗ് അല്ലെങ്കിൽ പേൾ കളേഴ്സ്, മെറ്റാലിക് കളേഴ്സ്. മെറ്റാലിക്കിലാണ് വരുന്നത് ഗോൾഡ് ബ്രോൺസ് ഒക്കെ വരുന്നത്. ഇതെടുത്ത് വിരലും കൊണ്ട് തന്നെ ചെയ്യണം, കാരണം അത് ബ്രഷും കൊണ്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെ പോകണം. അത് കൂടി പോകരുത്. തൂക്കുമ്പോൾ വല്ലാണ്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് തന്നെ അധികം പെയിൻ്റ് ആകരുത്. കയ്യിൽ നിറക്കി തൂത്തിട്ട് വീണ്ടും പെയിൻ്റ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കും തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കട്ടിയായിട്ട് പെയിൻ്റ് ഒന്നും വരും. അത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ ബ്ലൂ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിരലുകൊണ്ട് തന്നെ ചെയ്ത് ഇതിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ കുറച്ചും കൂടെ ഭംഗി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിർബന്ധമില്ലാതെ ഏതെങ്കിലും ഒരു പെയിൻറ്റ്, ഇപ്പോൾ ഞാൻ മെറ്റാലിക് ഗോൾഡാണ് എടുത്തിരിക്കുന്നത്, അത് പോട്ടിൻ്റെ ഒരു ഡിസൈൻ അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. കാരണം ചിലപ്പോൾ ഇതുപോലെ നമുക്കത് കൊടുക്കാനുള്ള ഏരിയ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇങ്ങനെ കൊടുത്ത് നമുക്കിതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മുകളിൽ കൊടുത്ത് അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ വേണമെങ്കിൽ ഇവിടെ നിന്നും വേണമെങ്കിൽ ഒരു ലൈൻ കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ വീണ്ടും നമുക്ക് പെയിൻറ്റ് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. നമ്മുടെ മെയിനായിട്ട് വർക്ക് എന്ന് പറയുന്നത് ശില്പാറ് വെച്ചിട്ട് നമ്മൾ ഇംപ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്ത് ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതാ ഈ ശില്പാറ്
ഒട്ടിക്കുന്നത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ. ബാക്കിയെല്ലാം വേഗം വേഗം കഴിയും. നമുക്ക് ഇംപ്രഷൻ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് കഴിയും. പെയിൻറ്റിങ്ങും വേഗം കഴിയും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ക്ലിയർ വാർണിഷ് അടിച്ച് വെക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി അതിന് ഭംഗിയും വരുന്നത്. പിന്നെ ലാസ്റ്റിങ്ങും അതിനെ ക്ലിയർ വാർണിഷ് അടിച്ച് വെക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.